ആതിര നന്നേ ടയേർഡായിരുന്നു. ജേർണലിസ്റ്റായ ആതിര തൻ്റെ റൂമിൽ വന്നവൾ കയ്യിലുള്ള ബാഗ് മേശയ്ക്ക് മുകളിലേക്ക് എറിഞ്ഞു കട്ടിലിൽ പോയി കിടന്നു. ജോലി ഭാരം കൊണ്ടവൾ നന്നേ ക്ഷീണിച്ചിരുന്നു. ഇന്ന് താൻ ആ വൃദ്ധസദനത്തിൽ കണ്ട അമ്മയുടെ മുഖം അവൾക്ക് മറക്കാൻ പറ്റാത്തതായിരുന്നു. ഇന്ന് ലോക വയോജന ദിനം ആയതിനാൽ മുതിർന്ന ആളുകളുടെ സംഭാവനകളെ ആദരിക്കാനും അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനുമാണ് ഇന്ന് താനും തൻ്റെ ടീമും വൃദ്ധസദനത്തിലെത്തിയത്. അവിടുത്തെ അമ്മമാരുടെയും അച്ഛന്മാരുടെയും മക്കളാൽ ഒറ്റപ്പെട്ട കഥകൾ അവർ വിവരിച്ചപ്പോൾ തളർന്നുപോയി. സ്വന്തം ജീവിതം മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചവർ, അവരുടെ ജീവിതം നല്ല നിലയിലെത്താൻ രാപ്പകൽ അധ്വാനിച്ചവർക്ക് മക്കൾ നൽകിയതോ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ അവരെ ഒറ്റപ്പെടുത്തി. വിദേശത്ത് നല്ല ജോലിയും ശമ്പളവും സ്വന്തം ജീവിതം കെട്ടിപ്പടുത്തവർ വിദേശത്ത് തന്നെ സെറ്റിലായപ്പോൾ നാട്ടിലേക്ക് വരാനോ മാതാപിതാക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ സമയം കിട്ടാത്തവർ, ഏതെങ്കിലും വൃദ്ധസദനങ്ങളിൽ കാശ് കൊടുത്ത് കൊണ്ടാക്കിയവർ, എന്തെല്ലാം ഉണ്ടാക്കിയിട്ടും സ്വന്തം മാതാപിതാക്കളുടെ കണ്ണീർ കാണാത്തവർ എങ്ങനെ രക്ഷപ്പെടും? പടർന്നു പന്തലിച്ച മരമാണെങ്കിലും വേരിന് ബലമില്ലെങ്കിൽ ഏതു സമയത്തും ആ മരം കടപുഴകും. അമ്മമാർക്കും അച്ഛന്മാർക്കും ക്ലാസ്സും കൊടുത്ത് അവരുടെ ജീവിതാനുഭവങ്ങൾ പകർത്തി അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്താണ് താൻ ആ കാഴ്ച കണ്ടത്. ഒരു റൂമിൽ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാതെ ചുക്കിച്ചുളിഞ്ഞ് മെലിഞ്ഞുണങ്ങിയ ആ അമ്മയെ പെട്ടെന്ന് നോക്കിയപ്പോൾ ആളെ അവൾക്ക് മനസ്സിലായില്ല. പക്ഷേ ആ അമ്മക്ക് അവളെ മനസ്സിലായി. മോളെ ആതിരേ, നിനക്ക് എന്നെ മനസ്സിലായില്ലേ? അവൾ സംശയത്തോടെ ആ അമ്മയെ നോക്കിയപ്പോൾ ആ അമ്മക്ക് മനസ്സിലായി തന്നെ മനസ്സിലായില്ല എന്ന്. അമ്മ തന്നെ അവരെ പരിചയപ്പെടുത്തി കൊടുത്തു. ഞാൻ ദിവ്യയുടെ അമ്മയാണ് മോളെ. ഞെട്ടിത്തരിച്ചവൾ. ദിവ്യയുടെ അമ്മയോ? അവൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അവൾ അമേരിക്കയിലാ മോളെ. കല്യാണം കഴിഞ്ഞ് മക്കളും ഭർത്താവിൻ്റെ കൂടെ അവൾ എന്നെ കാണാൻ വന്നിട്ട് വർഷങ്ങളായി മോളെ. അച്ഛൻ മരിച്ചിട്ട് പോലും അവൾ വന്നില്ല. കരഞ്ഞുകൊണ്ട് അവർ പറയുന്നത് കേട്ട് അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ആശ്വസിപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അവൾ ഒന്നും പറയാതെ അമ്മയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് തൻ്റെ കാറിൻ്റെ അടുത്തേക്ക് നടന്നു. ദിവ്യ, തൻ്റെ ബാല്യകാല സുഹൃത്ത്. അച്ഛൻ്റെ മരണവും അമ്മക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ഒരുപാട് കാലം എടുത്തതുകൊണ്ട് തന്നെ ചെറു ക്ലാസ് മുതലേ വീടിൻ്റെ അടുത്തുള്ള ഒരു ബോർഡിംഗ് സ്കൂളിലായിരുന്നു നിന്ന് പഠിച്ചിരുന്നത്. അവിടെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നു ദിവ്യ വിശ്വനാഥ്. തൻ്റെ അമ്മക്ക് ജോലിക്ക് പോകേണ്ടതിനാൽ വീട്ടിൽ ആരുമില്ലാത്തത് കൊണ്ടാണ് ആതിരയെ അമ്മ ഇവിടെ ആക്കിയത്. ദിവ്യയുടെ അമ്മയും അച്ഛനും വലിയ ബിസിനസ്സുകാരായിരുന്നു. അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അവൾക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ദിവ്യ ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുന്നത്. ആതിരയുടെ അമ്മ എല്ലാ ശനിയാഴ്ചയും മോളെ വീട്ടിൽ കൊണ്ടുപോകും. അമ്മ വരുമ്പോൾ ദിവ്യക്കുള്ള പലഹാരങ്ങളും കൊണ്ടുവരുമായിരുന്നു. ദിവ്യയെ ആതിരയുടെ വീട്ടിൽ കൊണ്ടുപോവാൻ അവിടെയുള്ളവർ സമ്മതിക്കില്ലായിരുന്നു. അവളെ കാണാൻ ഒരിക്കൽ പോലും അവളുടെ അമ്മയും അച്ഛനും വന്നത് ആതിര കണ്ടിട്ടേയില്ല. വെക്കേഷന് പോലും ഒരു കാറ് കൊടുത്തുവിടും അവളെ കൊണ്ടുപോവാൻ. അവിടെയുള്ള കുട്ടികളിൽ ഏറ്റവും പരിഗണന ടീച്ചേഴ്സിന് അവളോടായിരുന്നു. കാരണം അവളുടെ മാതാപിതാക്കൾ ആ സ്ഥാപനത്തിന് ഒരുപാട് കാശ് കൊടുക്കുമായിരുന്നു. ആതിരയെ അമ്മ വിളിക്കാൻ വരുമ്പോഴും മറ്റുള്ള കുട്ടികളെ അമ്മമാർ വരുമ്പോഴുമെല്ലാം അവൾ സങ്കടത്തോടെ നിൽക്കും. തിങ്കളാഴ്ച തിരികെ ആതിര വരുമ്പോൾ അവളെ കാത്തു നിൽക്കുന്നുണ്ടാവും ദിവ്യ. വെക്കേഷൻ തുടങ്ങുമ്പോൾ എല്ലാവരുടെയും മാതാപിതാക്കൾ വരുമ്പോൾ അവളും അമ്മയോ അച്ഛനോ വരുമെന്ന് പ്രതീക്ഷിച്ച് അവൾ മുറ്റത്തേക്ക് നോക്കി നിൽക്കും. ഇത് കാണുമ്പോൾ ആതിര അവളോട് പറയും, ദിവ്യ, തീർച്ചയായും ഇന്ന് നിൻ്റെ അച്ഛനും അമ്മയും വരും. അപ്പോൾ അവൾ ആതിരയെ നോക്കിക്കൊണ്ട് സങ്കടത്തോടെ പറയും, ആതിര, ഒരിക്കലും സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കില്ല. ഇതും പറഞ്ഞവൾ അവൾക്ക് വേണ്ടി അവരുടെ പേരൻസ് അയച്ച കാറിൽ കയറിപ്പോവും. വെക്കേഷൻ കഴിയുമ്പോൾ കുട്ടികൾ വരുന്നത് അവരുടെ വീട്ടിലെ നല്ല ഓർമ്മകൾ കൊണ്ടാണ്. അതെല്ലാവരും കൂടി പങ്കുവെക്കുമ്പോൾ അവൾക്ക് മാത്രം അപ്പോഴും ഒന്നും ഉണ്ടാവില്ല പറയാൻ. ഒരു വീട്ടിൽ തനിച്ച് വേലക്കാരുടെ കൂടെ അച്ഛനും അമ്മക്കും അവളെ ശ്രദ്ധിക്കാൻ പോലും സമയമില്ല. വീട്ടിൽ നിന്ന് വരുമ്പോൾ അവൾ വളരെ വിഷമിച്ചായിരിക്കും വരുന്നത്. വീണ്ടും ഇവിടെ വന്ന് കൂട്ടുകാരുടെ കൂടെ 2 ദിവസമാകുമ്പോൾ അവൾ വളരെ സന്തോഷവതിയാകും. വർഷങ്ങൾ കടന്നുപോയി. പൂർണ്ണമായും അവർ 2 പേരും ഈ സ്ഥാപനത്തിൽ നിന്നും പോകുന്ന ദിവസം എല്ലാവരും ബാഗുകളൊക്കെ പാക്ക് ചെയ്തു വെച്ചു. അന്ന് ദിവ്യ വളരെ സന്തോഷത്തിലായിരുന്നു. അവളുടെ സന്തോഷം കണ്ട് ആതിര ഒരു തമാശ പറഞ്ഞു, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കില്ല ദിവ്യ. ഇത് കേട്ട് ദേഷ്യത്തോടെ ദിവ്യ പറഞ്ഞു, പടിഞ്ഞാറ് ഉദിച്ചില്ലെങ്കിൽ ഞാൻ ഉദിപ്പിക്കും ആതിര. നീ കണ്ടോ, അവളുടെ സന്തോഷം ഇല്ലാതെയാക്കിയത് താനാണല്ലോ എന്നോർത്ത് ആതിര വിഷമിച്ചു.
പക്ഷേ അന്ന് അവളുടെ അമ്മ ദിവ്യയെ കൊണ്ടുവരാൻ വന്നു. അന്ന് ദിവ്യയുടെ മുഖത്തുണ്ടായ സന്തോഷം ഇന്നും ആതിര ഓർക്കുന്നുണ്ട്. ദിവ്യയുടെ അമ്മ വന്നപ്പോൾ അവിടെയുള്ള എല്ലാവരും പ്രത്യേകമായി അവരെ സ്വീകരിച്ചു. ആതിരയുടെ അമ്മയും ദിവ്യയുടെ അമ്മയും തമ്മിൽ സംസാരിച്ചു. അപ്പോൾ ദിവ്യയുടെ അമ്മ പറഞ്ഞു, എനിക്കൊട്ടും സമയമുണ്ടായിട്ടല്ല, പിന്നെ ദിവ്യയുടെ ഒറ്റ നിർബന്ധപ്രകാരമാണ് ഇങ്ങോട്ട് വന്നത്. അന്നാണ് താൻ അവസാനമായി അമ്മയും മോളെയും കണ്ടത്. അവർ സന്തോഷത്തോടു കൂടി കാറിൽ കയറി പോകുന്നതാണ് ഇന്നും അവൾക്ക് ഓർമ്മയുള്ളത്. അവൾ ചിന്തയിൽ നിന്ന് ഉണർന്നു തൻ്റെ അമ്മയുടെ അരികിൽ വന്ന് കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, മോളെ, നീ അവരെ പോയി കാണണം, അവരോട് സംസാരിക്കണം. നീ അവരോട് മിണ്ടാതെ വന്നത് ഒട്ടും ശരിയായില്ല. ഇല്ലമ്മ, ഞാൻ നാളെ തന്നെ പോയി എല്ലാം സംസാരിക്കാം. ദിവ്യയെക്കുറിച്ച് എല്ലാം ചോദിക്കാം. ഉടനെ ഞാൻ പോകും, നാളെ തന്നെ പോകും അമ്മ. അന്ന് രാത്രി അവൾക്ക് ഉറക്കം വന്നില്ല. പിറ്റേന്ന് രാവിലെ തന്നെ വൃദ്ധസദനത്തിലേക്ക് പോയി. പക്ഷേ അവിടെ കണ്ട കാഴ്ച അവളെ ഞെട്ടിച്ചു. ദിവ്യയുടെ അമ്മ മരിച്ചിരിക്കുന്നു. അവൾ സങ്കടത്തോടെ അവിടെ നിൽക്കുന്നത് കണ്ട് അവിടെ ഒരമ്മ വന്ന് പറഞ്ഞു, മോളെ, അവളുടെ മോൾക്ക് ഇനി അവരെ കാണണ്ട, ഇവിടെ തന്നെ അടക്കം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദിവ്യയുടെ അമ്മയെയും കണ്ടവൾ മടങ്ങി. ദിവ്യ, നീ സൂര്യനെ പടിഞ്ഞാറ് ഉദിപ്പിച്ചു. പക്ഷേ ഇതിലാരെ ഞാൻ കുറ്റം പറയും? തിരക്കുകൾക്കിടയിൽ സ്വന്തം കുഞ്ഞിനെ മറന്ന അമ്മയെ, വാർദ്ധക്യത്തിലും തൻ്റെ മാതാപിതാക്കൾക്ക് തണലാവാത്ത മോളെയോ? സ്വന്തം തിരക്കുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തണലാവാത്ത ബന്ധങ്ങളാണ് നാം കൂടുതലും ഉണ്ടാക്കിയിരിക്കുന്നത്. ബന്ധങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. പിന്നെ ഉള്ളതെല്ലാം അതിന് പിറകെ വരും.